ഞാൻ ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ നന്നായ നിലകളിൽ തന്നെ അത് പ്രസന്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു എന്നുള്ള സന്തോഷമായ റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. ആമേ. വളരെ പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിൽ നമുക്കായിരിക്കാം. ആമേ. പ്രത്യേകാൽ ആമേ സ്തോത്രം. ഞാൻ സങ്കീർത്തനത്തിൽ നിന്നോ ആമേ മറ്റൊരു പ്രസംഗവും പ്രസംഗിക്കുന്നില്ല. ശക്തരായ ദൈവദാസന്മാർ ആമേ നമ്മുടെ നടുവിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സെൻട്രൽ പാസ് കുടുംബമൊക്കെ കഴിഞ്ഞ ഒരു വർഷം മുന്നെയാണ് ഇവിടെ കടന്നു വന്നത്. എന്നാൽ ആ ദിവസം തികഞ്ഞ ഒക്ടോബർ 27 ആമേ ഞാൻ ചിന്തിച്ചു, ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അന്ന് കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കൂടി ക്ഷണിച്ച് നല്ല നിലയിൽ ആ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ നല്ല നിലയിൽ ക്രമീകരിക്കാം എന്നുള്ള ചിന്തയോടെ ക്ഷണിച്ചെങ്കിലും ആമൻ അനിതയ്ക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ നിമിത്തം ആമൻ നിലമ്പൂര് പോയതുകൊണ്ട് പ്രിയപ്പെട്ടവരും അന്ന് വന്നില്ല. ഇനി അടുത്ത വിവാഹ വാർഷികത്തിന് ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ആമൻ ആ കാര്യങ്ങൾ ആമൻ ചെയ്യാമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നാം വായിച്ചത്. തുടർമാനമായിട്ടാണല്ലോ നമ്മുടെ സങ്കീർത്തനം വായിക്കുന്നത്. 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. പാസ്റ്റ് ഇപ്പം നിർത്താന്ന് പറഞ്ഞ് വായിച്ചാലും ഇനി നോക്കണ്ട, അരമണിക്കൂറത്തെ ചിന്തിക്കണ്ട, ഞാനത് വായിച്ചിരിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. 13-ാമത്തെ വാക്യം. എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. സ്തോത്രം. തലമുറ തലമുറയോളം നിന്റെ സ്തുതിയെ ഞങ്ങൾ എന്ത് ചെയ്യും? പ്രസ്താവിക്കും. നമുക്ക് ആ വാക്യം ഒന്ന് നോക്കി ഒന്ന് പറഞ്ഞാട്ട് എല്ലാവരും ചേർന്ന്. എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരു തീരുമാനമായിരിക്കട്ടെ. എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും, എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും, എന്തെല്ലാം രോഗങ്ങൾ വന്നാലും, ഏതെല്ലാം ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലോ, ആരെല്ലാം ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാലോ ആമേ വേണ്ടിയില്ല. സർവശക്തനാകുന്ന ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒട്ടും പുറകിലല്ല. ആമേ ഞങ്ങൾ മുൻപിലേക്ക് പോകുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവജനം തീരുമാനിക്കട്ടെ. രോഗങ്ങളില്ലാത്തത് കൊണ്ടല്ല, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു ദൈവകൃപ ദൈവം നമ്മളിൽ ഓരോരുത്തരിലും പകർന്നിട്ടുണ്ട്. എന്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ഒന്ന് ചേർന്ന് പറയാൻ കഴിയുമോ? എന്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച വാക്യങ്ങൾ അവർ മുൻപോട്ട് വന്ന് പ്രാരംഭമായിട്ട് പറയും. അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷമായിട്ട് കർത്താവിന്റെ ദാസൻ ഈപ്പൻ പാസ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്പസമയം നമ്മളുമായിട്ട് ദൈവവചനം പങ്കുവെക്കുന്നതായിരിക്കും. അതിനുശേഷം ദൈവമക്കൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ദൈവം ചെയ്ത ഉപകാരങ്ങളോ ദൈവസഭയുടെ ദൈവനാമ മഹത്വത്തിന് പറയുവാനുണ്ടെങ്കിൽ ആമെ വ്യക്തവും തിട്ടവുമായി ശബ്ദത്തിൽ ആമൻ എല്ലാവരും കേൾക്കത്തക്കവണ്ണം എഴുന്നേറ്റ് നിങ്ങൾക്ക് ആ കാര്യം പ്രസ്താവിക്കാവുന്നതാണ്. അതിനുശേഷമായി ഒടുവിലത്തെ സമയം കർത്താവിന്റെ ദാസൻ ബിജോയ് പാസ് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ശുശ്രൂഷിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടും ദൈവഭയത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. പ്രിയ കുഞ്ഞുങ്ങൾ തുടർന്ന് ദൈവവചനം വാക്യം അവർ പറയുന്നതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നൈമൈക്കോടുകൂടി പിന്നെ ശൗമേൽ ഒരു കല്ലെടുത്ത് മിസ്ബയ്ക്കും ഷെമിനും മധ്യേ നാട്ടി, യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. 1 ശമൂവേൽ 7:15. എഫെസ്യർ 6:10-11 കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയാതിന്റെ ദൈവത്തിന്റെ സർവ്വായുധ വർണ്ണം ധരിച്ചുകൊള്ളുന്നു. യോഹന്നാൻ 13:35 നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. യോഹന്നാൻ 13:35 നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും പറയും.
ക്രിസ്തുയേശുവിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയർ 2:5. സഹോദരൻ സ്നേഹിക്കുന്ന വെളിച്ചത്തെ വസിക്കുന്ന രക്ഷയ്ക്ക് അവൻ കാരണമായി. യോഹന്നാൻ 2:10. രുചിച്ചറിയും. ഒരു 1-2 പേരെ അവിടെ ഒളിച്ചിരിക്കുന്നു. പറഞ്ഞു. ആദ്യം കർത്താവ് മനുഷ്യരെന്ന് എന്ത് ചെയ്യുമെന്ന് എനിക്ക് ധൈര്യത്തോടെ ചോദിക്കാം. ഏപ്രിൽ 13:6. മീക 7:7. ഞാൻ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. സങ്കീർത്തനം 34:10. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അവിടെ ഒരാള് വിളിച്ചിരിക്കുന്നുണ്ട്. എന്ത്? ഇങ്ങോട്ട് വാ, ഓടി വാ. ഈ ആഴ്ച കൂടി നമുക്കൊരു ഇളവ് കൊടുക്കാം. അടുത്ത ആഴ്ച വരണം കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ദൈവം അനുഗ്രഹിക്കുവാനും പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ മൈലാമ്പാടത്തെ പ്രിയ അപ്പച്ചൻ ഒരു വാക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് വചനം പറയാനുള്ള പുതിയ ശക്തിയും ബലമൊക്കെ കർത്താവ് നൽകിയല്ലോ. അതിനായ ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാവേ. അവർക്ക് പഠിക്കാനും അവർ പോയി വരുമ്പോൾ അവരുടെ കാലം കോട്ടയായിരിക്കണമേ. ദൈവമേ, സ്വർഗ്ഗത്തിലെ ദൈവമേ, കരുണ കാണിക്കണം. ദയതോന്നുന്നു കർത്താവേ. മനുഷ്യർക്കും ദൈവത്തിനും പ്രയോജനമുള്ള അനുസരണമുള്ള മക്കളായി തീരുവാൻ കർത്താവ് അവർക്ക് സഹായിക്കണം. അത്ഭുതങ്ങളെ ജ്ഞാനിയാക്കുന്ന ദൈവം സ്വർഗ്ഗത്തിൽ ഞങ്ങളുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പ പ്രാർത്ഥനയായിട്ട് ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ ഈപ്പൻ വർഗീസ് പാസ്റ്റർ പരിചയപ്പെടുത്തുകയും തുടർന്നുള്ള അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നത്. സന്തോഷമുള്ള ദൈവങ്ങൾ കരങ്ങളുള്ള ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ കർത്താവിന്റെ വലിയ നാം വാഴ്ത്തപ്പെടുമാറായിട്ട്. കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ കുടുംബം, കർത്താവിന്റെ വിലപ്പെട്ട പാസ്റ്റർ, തന്റെ കുടുംബം, കുഞ്ഞുങ്ങളെ, ദൈവസല്ലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.